വ്യക്തി അച്ഛൻ തന്നെ. അല്ല, അച്ഛൻ ഒരു സാധാരണക്കാരനാണ്. അപ്പോ അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീട്ടിലാണെങ്കിലും സ്വന്തമായിട്ട് ഒരു വീടൊന്നും ഇല്ലാത്ത സാഹചര്യമായിരുന്നു. അതൊക്കെ മാറണമെന്ന് വിചാരിച്ചു ഇറക്കി. അച്ഛന്റെ കഴിവ് തന്നെ തള്ളി വീട് വെച്ചതും വസ്തു വാങ്ങിച്ചതും വെച്ചതും. ഈ വീട് പോലും ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ ഒരു പത്ര ഏജന്റാണ്. അപ്പോ അച്ഛൻ അവധിയില്ല. വർഷത്തിൽ 12 ദിവസം അച്ഛൻ അവധിയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും അച്ഛൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് മകനെ ഞാനും കരികത്തൊരു കാണ കണ്ണോട്ടമായി മകനെ ഞാനും അകലത്തൊരു കാതൽ മാലാഖയാ ഹായ്, എൻ്റെ പേര് അഭിജിത്ത്. ഇപ്പോൾ വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ 79ാമത് റാങ്കാണ്. എൻ്റെ സ്ഥലം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം പരശുവയ്ക്കലാണ്. എൻ്റെ അച്ഛൻ പ്രസന്നകുമാർ പത്ര ഏജന്റാണ്. അമ്മ സുചിത്ര വീട്ടമ്മയാണ്. പിന്നെ അനിയത്തിയുണ്ട്. അവൾ PSC പ്രിപ്പയർ ചെയ്യുവാണ്. അഭയാണ് പേര്. നിലവിൽ ഞാൻ വാട്ടർ അതോറിറ്റിയിൽ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. നെയ്യാറ്റിൻകര വാട്ടർ സപ്ലൈ സബ് ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ട് ഇതിനു മുമ്പ് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. അതും നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിൽ, പൂജപ്പുര ജില്ലാ ജയിൽ എന്നിവിടങ്ങളിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. എൻ്റെ PSC പ്രിപ്പറേഷൻ തുടങ്ങിയത് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒന്നിപ്പഴച്ച മൂന്ന് പറയും പോലെ ഇതെന്റെ 3ാമത്തെ ട്രൈ ആയിരുന്നു. കുറച്ച് ലക്ക് ഫാക്ടർ ഉണ്ടായേക്കാം. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലേ, ഏകദേശം ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷത്തോളം ഞാൻ ഇതിന്റെ പിറകെ ആയിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് വേറെ ജോലിയായി. ആദ്യം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്തത്. പിന്നീടാണ് വാട്ടർ അതോറിറ്റിയിൽ LD ക്ലർക്കായിട്ട് കയറുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ ഇത്തവണ വന്നപ്പോൾ എന്തായാലും ഇതിൽ കയറണമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ടാണ് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഭരണസിരാ കേന്ദ്രത്തിലേക്കാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് എന്ന രീതിയിൽ കുറച്ചുകൂടെ സന്തോഷം. അച്ഛനായിരുന്നു ആഗ്രഹം. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പണ്ടൊരു ഗ്ലാമർ തസ്തികയാണ്. പക്ഷെ എനിക്ക് ഒപ്പം എന്താണെന്നൊന്നും അറിയത്തില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്തോ വലിയ സംഭവമാണ്. പിന്നീടാണ് ഇപ്പോൾ നമ്മൾ സർക്കാർ സർവീസിലോട്ട് വരുമ്പോഴാണ് എന്താണ് സെക്രട്ടേറിയറ്റ്, അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസ് എന്താണ്. അതിൽ തന്നെ സർക്കാർ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ലൈൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിന്റെ എല്ലാം പോളിസി മേക്കിംഗ് എന്ന് പറയുന്ന കാര്യം ഒരു തീർത്തും എൻ്റെ അച്ഛൻ ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അച്ഛൻ്റെ ലൈഫിന് വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഒരു ഫയലിൽ എഴുതിയിടുന്ന ആ മഷിക്ക് അത്രയും പവർ ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ സർക്കാർ ഓഫീസിൽ കയറിയതിന് ശേഷമാണ്. പക്ഷെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കുത്തിവെച്ചത് അച്ഛനായിരുന്നു, ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അച്ഛൻ പത്ര ഏജന്റ് ആയതുകൊണ്ട് തന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയൊക്കെ ഞാൻ ഡിഗ്രി അല്ല +2 കഴിഞ്ഞപ്പോഴേ വീട്ടിലൊക്കെ വരുമായിരുന്നു മിച്ചം. അപ്പൊ അന്നൊക്കെ ഇതേപോലെ ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ ആർട്ടിക്കിൾ വരുമ്പോഴും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വരാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു. ഈ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിയാതെ കോൺസ്പയർ ചെയ്യുന്ന പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പൗലോ കൊയ്ലോയുടെ. അപ്പൊ ആ ഒരു ഇതാണ് എനിക്കിപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ അങ്ങനെ ഒരു പ്രഷർ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും നീ പഠിക്ക്, കിട്ടുന്നേ കിട്ടാത്ത രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ ഭഗവത്ഗീത പറയും പോലെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. ഇതേപോലെ എല്ലാ ഇതിലും അങ്ങനെയാണല്ലോ പറയാം, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ഒരു സ്ട്രെങ്ത് തന്നത് വീട്ടുകാരാണ്. അങ്ങനെ ഒരു പ്രഷർ ഇതുവരെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സമയം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ജോലിക്ക് ഞാൻ പ്രിലിംസ് ക്ലിയർ ആയത് ജോലിക്ക് പോയിക്കൊണ്ട് തന്നെയാണ്. പിന്നീട് പ്രിലിംസ് ക്ലിയർ ആയതിനു ശേഷം ഒരു 3 മാസത്തെ ടൈമേ ഉണ്ടായിരുന്നുള്ളൂ മെയിൻസിന്. കൂടാതെ 2 പേപ്പറുണ്ട്. അതിൽ 2ാമത്തെ പേപ്പർ എന്ന് പറയുന്ന ഞാൻ ഇതുവരെയും യാതൊരു ബന്ധവുമില്ല. അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, അതിൻ്റെ കൂടെ തന്നെ എൻവയോൺമെന്റ്, ഇതുവരെയും PSC ആയിട്ട് ഒരു ബന്ധമില്ലാത്ത പേപ്പറാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും വിചാരിച്ചു 3 മാസം എന്തായാലും ഒരു ലീവ് വയ്ക്കാം. അതിനെൻ്റെ ഓഫീസിൽ പ്രത്യേകിച്ചും പറയണം കേട്ടോ, ഓഫീസിൽ നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ വീട്ടുകാരെ പോലെ തന്നെ അവരെയും കൂടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരിപ്പോൾ എന്തായാലും മെൻഷൻ ചെയ്യണം, ഇത് കട്ടാക്കി കളയല്ല. അപ്പോൾ അവരുടെയും കൂടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇത്രയും നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ലീവ് എടുത്തു. പിന്നെ നമ്മുടെ പ്രധാനമായിട്ടും കോർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 2ാമത്തെ പേപ്പറിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. കാരണം ഏതൊരാളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ മിനിമം എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ വീക്കായിട്ടുള്ള ഭാഗത്ത് മാക്സിമം എഫേർട്ട് ഇടുക. കൂടാതെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാൻ വേണ്ടിയിട്ട് സ്ഥിരം ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും നമുക്ക് എവിടെയൊക്കെയാണ് മാർക്ക് കുറയുന്നത്, നമുക്ക് എവിടെയൊക്കെ മാർക്ക് കയറാൻ പറ്റും. അങ്ങനെ വെച്ചിട്ടായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിൽ പേപ്പർ സെക്കൻഡിനായിരുന്നു
ഞാൻ മെയിനായിട്ട് ഊന്നൽ കൊടുത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇൻ്റർവ്യൂ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണെന്നറിയത്തില്ലല്ലോ. അപ്പോൾ അതിന് വരാന്ത റേസിൻ്റെ ടിപ്സ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അന്ന് ഏകദേശം 4 പേരുടെ ഒരു പാനലായിരുന്നു. അവർ തന്ന ഓരോ ടിപ്സും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇൻ്റർവ്യൂവിന് ചോദിച്ചത് പോലും, ഞാൻ വാട്ടർ അതോറിറ്റിയിലായതുകൊണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഈ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്തിട്ടാണ് പോയത്. വരാന്ത റേസിൻ്റെ മോക്ക് ഇൻ്റർവ്യൂവിൽ എനിക്ക് അത്രയും നല്ല രീതിയിൽ പറയാൻ സാധിച്ചില്ല. അത് അന്ന് പക്ഷേ ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ഇനി ഫുൾ മാർക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഇൻ്റർവ്യൂ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അച്ഛനും അമ്മയും തന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെയാണ് എൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. അതായത് അടുത്തൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിപ്പോൾ പാവപ്പെട്ടവനായാലും പണക്കാരനായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ കൂടെയുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുക, അവരെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടുവരിക. അത് പൈസ ഉണ്ടെങ്കിലും സാധിക്കും, നമുക്ക് പൈസ ഇല്ലെങ്കിലും സാധിക്കും. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായാലും മതി, നമ്മൾ അയാളെ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ തളർന്നിരുന്ന പല അവസരങ്ങളിലും എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് മോട്ടിവേഷൻ തന്നിട്ടുള്ളത്. ആദ്യമേ SLC മുതൽ A+ വാങ്ങിച്ചില്ല. ഡിഗ്രിക്ക് പോയിട്ട് നമ്മൾ MSc പോകാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു സർക്കാർ ജോലി വേണം, MSc പോകണമെന്ന് ചോദിച്ചു. ഇത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു സർക്കാർ അവനാണ് പറഞ്ഞത് നമുക്ക് MSc പോകണമെന്ന് ആഗ്രഹമായിരുന്നു. പറഞ്ഞില്ല സർക്കാർ ജോലി 1 വർഷത്തിനകത്ത് നേടി. ഇപ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് തീർച്ചയായും നേടണം. കാരണം ഈ ലോകത്തിൽ നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യനായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളെല്ലാം നമുക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തളരാതെ മുന്നോട്ട് പോകുക. ഞാൻ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത് 1ാമത്തെ അല്ല 2ാമത്തെ അല്ല 3ാമത്തെ വട്ടമാണ്. അതിലും അത്യാവശ്യം 2 പേപ്പർ 200 മാർക്കിനുള്ള എക്സാം ആയിരുന്നു. ഇൻ്റർവ്യൂ, ഇങ്ങനത്തെ ഈ കടമ്പകൾ കൂടാതെ ജോലി, ഇതിൻ്റെ ഇടയിലെല്ലാം കൂടെ എനിക്ക് സാധിച്ചെങ്കിൽ എന്നെക്കാളും കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇതിനേക്കാൾ ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തി അച്ഛൻ തന്നെ, ഇമോഷണൽ ലൈഫ്. കുഴപ്പമില്ല. അല്ല, ഇത് സന്തോഷം കൊണ്ട്. എൻ്റെ അച്ഛൻ ഒരു പത്ര ഏജന്റാണ്. അപ്പോൾ അച്ഛൻ അവധിയില്ല, വർഷത്തിൽ 12 ദിവസം അച്ഛൻ അവധിയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും അച്ഛൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട്, അല്ല അച്ഛൻ ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീട്ടിലാണെങ്കിലും സ്വന്തമായിട്ടൊരു വീടൊന്നും ഇല്ലാത്ത സാഹചര്യമായിരുന്നു. അതൊക്കെ മാറണമെന്ന് വിചാരിച്ചു. ഓക്കെ, അച്ഛൻ്റെ കഴിവ് തന്നെ ഇതല്ലേ, വീട് വെച്ചതും വസ്തു വാങ്ങിച്ചതും വെച്ചതും. ഈ വീട് പോലും ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി പ്രിപ്പയർ ചെയ്യുന്നവരടുത്ത് പറയാനുള്ളത് മെയിനായിട്ട് പ്രിലിംസിന് നമ്മുടെ എന്താ പറയാ, നമുക്ക് കട്ട് ഓഫ് മാത്രം കടന്നാൽ മതി, റാങ്കോ ഒന്നും വേണ്ട. അപ്പോൾ മിനിമം മാർക്ക് ഒരു 50-60 ഒക്കെ ആയിരിക്കും. അതിന് നമുക്ക് മെയിനായിട്ട് നമുക്ക് മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 എണ്ണമാണ്: മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. ഇത് 3ഉം പക്കയൊക്കെ ആണെങ്കിൽ ബാക്കി GKയുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു 10-15 മാർക്ക് പിടിച്ചാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. ഭൂരിഭാഗം പേരും ഇപ്പോൾ മാത്സും ഇംഗ്ലീഷും ക്ലിയർ അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ പ്രിലിംസിന് വേണ്ടിയിട്ട്. മെയിൻസിന് വേണ്ടിയിട്ട് അതായത് കൺസേൺഡ് ആയിട്ടുള്ള പേപ്പർ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള സ്ട്രാറ്റജി, ഏതൊരാൾക്കും കടന്നു പോകാൻ പറ്റുന്ന സ്ട്രാറ്റജി അതാണ്. പിന്നെ നന്ദി പ്രധാനമായിട്ടും എൻ്റെ ഫാമിലിയുടെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ കൊളീഗ്സ്, എൻ്റെ നെയ്യാറ്റിൻകര വാട്ടർ സപ്ലൈ സബ് ഡിവിഷൻ പേരെടുത്ത് പറയുന്നുണ്ട്. എൻ്റെ സൂപ്രണ്ടാണ് നസീം സാറുണ്ട്. പിന്നെ എൻ്റെ കൊളീഗ്സായിട്ട് ജസ്മിന ചേച്ചി, അനീഷ ചേച്ചി, രജിത ചേച്ചി, ഐശ്വര്യ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെയുള്ള. നമ്മളൊരു കമ്പൈൻ സ്റ്റഡിയൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത് PSC തന്നെ. അവരെല്ലാവരും സർവീസിൽ കയറി പോലീസിലും LD ക്ലർക്കും ആയിട്ടൊക്കെ എല്ലാവരും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മളെ കൂടെ നല്ല കൂട്ടുകൂടെ ഉണ്ടെങ്കിൽ യാത്ര കുറച്ചുകൂടെ എളുപ്പമാകും. പിന്നെ വരാന്ത റേസിനോടും കൂടെ പ്രത്യേകിച്ച് ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ഞാൻ ഏറ്റവും ലാസ്റ്റ് വേറെ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വരാന്ത റേസ് എന്ന നല്ല ക്വാളിറ്റി ആയിരുന്നു. അവിടുന്ന് തന്ന ഫീഡ്ബാക്ക് അതിനെന്നെ ഫുൾ മാർക്ക് നേടാൻ സഹായിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഓരോന്നും എടുത്ത് പറയത്തക്ക ആ പാനലിരുന്ന ഓരോരുത്തരും അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത്. അന്ന് എനിക്ക് പാനലിൻ്റെ ഫുൾ പേര് അറിയത്തില്ല, സാറിൻ്റെ പേര് അന്ന് അറിയായിരുന്നു, ഗൂഗിൾ ഗൗതം സാർ, സോറി, എക്കണോമിക്സ് സാറെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചത് തന്നെ ഹോബി റിലേറ്റഡ് ചോദ്യമായിരുന്നു, ബാഡ്മിൻ്റൺ ഏത് ബാറ്റാണ് യൂസ് ചെയ്യുന്നത്.
അങ്ങനെ അതായത് നമ്മൾ എങ്ങനെയാണോ PSC ഒരു പക്ക എവിടെ ഇൻ്റർവ്യൂ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ആ ഫീഡ്ബാക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാറ് പറഞ്ഞു നല്ല മാർക്കാണ് ഇട്ടിട്ടുണ്ട്, ഇന്ന ഏരിയാസ് ശ്രദ്ധിക്കണം. ഞാൻ അത് ശ്രദ്ധിച്ചിട്ട് പോയി കറക്റ്റ് ആ ഭാഗത്തു നിന്ന് തന്നെ ചോദ്യം വരികയുണ്ടായി. എന്തായിരുന്നു വാട്ടർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. വാട്ടർ സ്കേഴ്സിറ്റി എന്താണ്, വാട്ടർ സ്ട്രെസ് എന്താണ്, അതെനിക്ക് നല്ല രീതിയിൽ പറയാനും സാധിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് 1 മാർക്ക് എങ്ങാണ്ടൊക്കെ കുറവായിരുന്നു ഞാൻ നോക്കിയപ്പോൾ. പക്ഷെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. സർവീസിലിരിക്കുകയാണ് ചേട്ടൻ ഈ ഒരു റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അവൻ നല്ലൊരു ഔട്ട്പുട്ട് കൊടുത്തെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെക്കാളും വർക്ക് ചെയ്ത എവളായിരുന്നു. ഞാനും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈവൻ റിസൾട്ട് വന്നപ്പം പോലും ചേട്ടൻ എന്നോട് പറഞ്ഞില്ല ചേട്ടൻ ലിസ്റ്റിലുണ്ടായിരുന്നുണ്ട്. എനിക്ക് വിഷമമെന്ന് കരുതി അവൻ പറഞ്ഞില്ലായിരുന്നു. പിന്നീടാണ് ആ എക്സാം കഴിഞ്ഞിട്ട് ചേട്ടൻ നല്ല രീതിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തു നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട്. ചേട്ടൻ എനിക്ക് തോന്നുന്നു ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്കായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അവൻ അങ്ങനെ കൂടുതൽ ടൈമൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ചെയ്ത ടൈമിൽ അവൻ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ചെയ്തത്. അത് തന്നെയായിരിക്കാം ഞാൻ ചെയ്ത മിസ്റ്റേക്കും. ഞാനൊന്ന് ഡൗൺ ആയിരിക്കുമ്പോൾ എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നത് ചേട്ടൻ തന്നെയാണ്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോവാറില്ല പഠിക്കാനായിട്ട്. ഞാൻ അവന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ടിപ്സ് എല്ലാം മേടിച്ചിട്ട് കൺവിൻസിങ് സ്റ്റാർ ആയിരുന്നു, ചീറ്റിംഗ് സ്റ്റാർ ആയിരുന്നു. ഞാൻ BCom ആയിരുന്നു. ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു. ഇവിടെ നന്മച്ചൂരം എന്ന് പറഞ്ഞിട്ട് VTMNSS കോളേജിലായിരുന്നു. കെമിസ്ട്രി ഡിഗ്രി കഴിഞ്ഞതും അതേപോലെ അച്ഛൻ പറഞ്ഞു MScക്ക് പോകും. ഞാൻ പറഞ്ഞു ആ പൈസക്ക് എന്തായാലും 1 വർഷം PScക്ക് പോകും. നമ്മൾ പഠിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്നായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അപ്പം പറയും ആർട്ടിക്കിൾ 149 അല്ല അതല്ലടാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ മീൻസ് നമ്മളൊരു സ്ട്രെസ് അല്ല, ജസ്റ്റ് നമ്മളൊരു കാഷ്വൽ ടാക്ക് വരെ ഇന്ത്യൻ പൊളിറ്റിയും ഇന്ത്യൻ ജിയോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ ആയിരുന്നു. അവള് പറഞ്ഞു നീ ഇനി ടെൻഷൻ അടിക്കണ്ട, എന്തിന് ടെൻഷൻ അടിക്കുന്ന അങ്ങനെ പറഞ്ഞായിരുന്നു. ധൈര്യമായിട്ട് പോകും, അതൊന്നും നോക്കാനില്ല അങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ടിപ്സ് എല്ലാം എവളാ പറഞ്ഞത്, ഞാൻ ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല. അവസാനം ടിപ്സ് പറഞ്ഞു തന്ന ആൾക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. കുഴപ്പമില്ല. ഈവൻ എവളും അങ്ങനെയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു ആ കോവിഡ് ടൈമിൽ പെട്ടുപോയ ടീമായിരുന്നു, കുറച്ച് ലാഗ് വന്ന ടീം. അങ്ങനെ അവള് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ എല്ലാവരുടെ പറയാനുള്ളത്, നിങ്ങൾ നിർത്തരുത്, പഠിക്കുന്നവർ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഏത് ലിസ്റ്റാ എനിക്കറിയത്തില്ലല്ലോ എനിക്ക് 79 റാങ്ക് കിട്ടുമെന്ന് അന്ന് പരീക്ഷയ്ക്ക് പഠിച്ചപ്പോൾ. എഴുതി ഇന്റർവ്യൂ കഴിഞ്ഞ് ലിസ്റ്റ് വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിക്കുക, ചെയ്യാനുള്ളത് ചെയ്യുക, റിസൾട്ട് നമ്മുടെ കയ്യിലല്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. സെക്കൻഡ് പേപ്പർ നോക്കാൻ പറഞ്ഞത് എവളായിരുന്നു. സെക്കൻഡ് പേപ്പർ ഫുള്ളി ഫോക്കസ് ചെയ്യാൻ. ഞാനാണെങ്കിൽ വലിയ പഠിക്കുന്ന എല്ലാവർക്കും അത് പുതിയൊരു പേപ്പർ തന്നെയാണ്. അപ്പം ആർക്കും അഡ്വാൻറ്റേജ് ഇല്ല. ഞാൻ ചേട്ടൻ്റെ അടുത്ത് കൂടുതലായിട്ടുള്ള സെക്കൻഡ് പേപ്പർ ഫോക്കസ് ചെയ്യും എന്നുള്ള രീതി തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു ഗെയിം ചേഞ്ചറും. പേപ്പർ 2 ആയിരുന്നു. ഏകദേശം സെയിം റേഞ്ച് ആയിരുന്നു. ഒരു പേപ്പർ 2-നായിരുന്നു കൂടുതൽ. പേപ്പർ 1-നേക്കാളും പേപ്പർ 2-നായിരുന്നു കൂടുതൽ. ഏകദേശം ഒരു 5 മാർക്കോളം കൂടുതലായിരുന്നു. എൻ്റെ ഇൻസ്പിറേഷൻ അച്ഛനായിരുന്നു. 365 ദിവസത്തിൽ അച്ഛൻ 355 ദിവസവും ജോലിക്ക് പോകുന്ന ആളാണ്. പത്രത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഇപ്പോൾ ഹർത്താലായാൽ പോലും പാല് പത്രം ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ പോകുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് എന്തായാലും എന്താ പറയുക ഫലം ഉണ്ടാവും, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. ലൈഫിൽ നമ്മൾ വെറുതെ ഇരിക്കേണ്ടതല്ല. എൻ്റെ അച്ഛനിൽ നിന്ന് കണ്ടു പഠിച്ച ഏറ്റവും വലിയ പാഠം അതാണ്. ലൈഫിൽ നമ്മൾ വേറെ ഒന്നിനെയും പേടിക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അനിയത്തി പറഞ്ഞു സ്മാർട്ട് വർക്കാണ്, അതും വേണം. കുറച്ചുകൂടെ വിജയത്തിലെത്താൻ സ്മാർട്ട് വർക്കും വേണം. എന്നാലും ഹാർഡ് വർക്ക് ചെയ്യുന്നവർ ഒരിടത്തും തോറ്റു പോകത്തില്ല എന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്. പിന്നെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അച്ഛൻ ആങ്കർ ചെയ്ത് നിന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ആ ഒരു പരിസ്ഥിതിയിൽ നിന്ന് കയറി വരണം. അതേപോലെ എൻ്റെ ചുറ്റിലുള്ളവർ സാധാരണ ഒരു ഫാമിലി ആയിരുന്നു. ഇപ്പോഴും ഫാമിലി അങ്ങനെയാണ്, സാധാരണക്കാരൻ ആ ഒരു ബേസിൽ നിന്ന് വന്നതാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിപ്പം എൻ്റെ മുന്നിൽ വരുന്ന ഒരു സാധാരണക്കാരനിലും എനിക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ അവിടെ ഒരു ദിവസത്തെ കൂലി കളഞ്ഞിട്ടായിരിക്കും വരുന്നത്, മെനക്കെട്ടായിരിക്കും വരുന്നത് ഒരു സർക്കാർ ഓഫീസിൽ. അപ്പോൾ ഇന്നല്ല നാളെ വരാൻ പറഞ്ഞാൽ അത് എത്രത്തോളം അവൻ്റെ വീട്ടിൽ ഒരു ദിവസത്തെ ചോറിനെ ബാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഈ പറയുന്ന ഗവൺമെൻറ് സർവീസാണ്.
നമ്മൾ എന്ത് ചെയ്താലും അത് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമായിരിക്കും കൊണ്ടുവരുന്നത്. മറിച്ചും വരാം. അപ്പോൾ നമ്മൾ അത്രയും എന്തായിരിക്കുക, അവെയറായിട്ട് നമ്മുടെ ആ പോസ്റ്റിൻ്റെ അടുത്ത് അത്രയും റെസ്പോൺസിബിളായിട്ട് ചെയ്യുക. ഇതിന് എൻ്റെ മോട്ടിവേഷൻ എൻ്റെ വീട്ടുകാർ തന്നെയാണ്.